ഇത് അമ്മാവനും അമ്മായിയാണ്. ഇത് അവരുടെ മക്കൾ ചേച്ചി, ഞാൻ ലയ. ശരത്ത് പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും ലയ ഇടയിൽ കയറി അഞ്ജുവിന് കൈ നൽകി പറഞ്ഞു. തിരിച്ച് അഞ്ജനയും കൈ നൽകി പരിചയപ്പെട്ടു. എന്താ ഇയാളൊന്നും സംസാരിക്കാത്തത്? ലച്ചു ഒന്നും സംസാരിക്കാത്തത് കണ്ട് അഞ്ജു തന്നെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ ലക്ഷ്മി. ലച്ചു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ലയ എന്താ പഠിക്കുകയാണോ? അതെ ചേച്ചി, ഡിഗ്രി സെക്കൻഡ് ഇയർ. അഞ്ജു ചോദിച്ചതിന് ലയ മറുപടി കൊടുത്തു. ലക്ഷ്മിയോ എന്ത് ചെയ്യുന്നു? എനിക്ക് ബാങ്കിൽ ജോബ് ശരിയായിട്ടുണ്ട്, നാളെ ജോയിൻ ചെയ്യണം, ലച്ചു പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ശരത്തേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. നോട്ടത്തിൽ മനസ്സിലായി ആൾ അറിഞ്ഞിട്ടില്ലെന്ന്. അല്ലെങ്കിലും താനായിട്ട് ഇതിന് പറയാൻ പോകണം? അതും മനസ്സിൽ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് എന്നാൽ ശരി മോളെ, നിങ്ങൾ സംസാരിച്ച് നിൽക്കുക. അതും പറഞ്ഞ് അമ്മ ഞങ്ങളെയും കൂട്ടി താഴേക്കിറങ്ങി. അവിടെ നിന്ന് സദ്യയും കഴിച്ച് അഞ്ജു ചേച്ചിയുടെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. അപ്പോഴും ശരത്തേട്ടനും ചേച്ചിയും മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. ശരത്തെ, കല്യാണം കഴിഞ്ഞ് പറയാൻ എന്തെങ്കിലും ബാക്കി വെക്കും, വന്ന് വണ്ടി കയറണം, ശരത്തേട്ടൻ്റെ കൂട്ടുകാർ ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചമ്മലോട് ചേച്ചിയോട് യാത്ര പറഞ്ഞ് കൂട്ടുകാരുടെ വണ്ടിക്കടുത്തേക്ക് നടക്കുന്നത് കണ്ടു. ചേച്ചി ഞങ്ങളോട് കൈവീശി യാത്ര പറഞ്ഞപ്പോൾ തിരിച്ചും കൈവീശി യാത്ര നൽകി. അഞ്ജു ചേച്ചിയോട് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂട്ടായി. എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന പ്രകൃതമാണ്. ആരോടും പരിചയക്കുറവും കാണിച്ചിരുന്നില്ല. എന്തായാലും ശരത്തേന് നന്നായി ചേരും. അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാതെ ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചു പോയി ഞങ്ങൾ. ഇന്നാണ് ബാങ്കിൽ ജോയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് പ്രാതലും ചോറും മോരുകറിയും ഒരു തോരനും ഉണ്ടാക്കി വെച്ചു. അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്നു. അമ്മയ്ക്ക് നേരത്തെ എഴുന്നേക്കാനൊന്നും വയ്യ. കാൽമുട്ട് വേദനയായ കാരണം താനോട്ട് വിളിക്കാനും പോകില്ല. അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് രാവിലെ കുറച്ചു നേരം കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അമ്മേ, ഉച്ചക്കത്തേക്ക് മോരും തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അച്ഛനും ഉണ്ണാൻ വരുമ്പോൾ പപ്പടം കാച്ചാൽ മതി. ആ ശരി ലച്ചു, നീ പോയി റെഡിയാവാൻ നോക്ക്, സമയം 7 കഴിഞ്ഞിട്ടുണ്ട്. ആ അമ്മ, സമയമാവുന്നേ ഉള്ളൂ. പാത്രം അമ്മ കഴുകി വെച്ചോളാം, മക്കൾ പോയി കുളിക്കാം. ആ മുറ്റം കൂടെ തൂത്തിട്ട് കുളിക്കാം, ഞാൻ ഇതാ വരുന്നു. സമയമുണ്ട്, 9-നെത്തിയാൽ മതി. ഞാൻ പറയാണത് പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആവണ്ടല്ലോ. അതും പറഞ്ഞ് തിരിഞ്ഞ് അമ്മ പാത്രം കഴുകാൻ തുടങ്ങി. ലച്ചു വേഗം മുറ്റം തൂത്ത് വന്ന് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ലയ മൂടിപ്പൊതിച്ച് നല്ല ഉറക്കം. ഇത് കണ്ട എനിക്ക് സഹിക്കുമോ? കൊടുത്തു പുറം നോക്കി ഒരെണ്ണം. ഞെട്ടി എഴുന്നേറ്റ് ലയ റൂമിൽ ലച്ചുവിനെ കണ്ട് കലിതുള്ളി അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അലമാരയിൽ നിന്ന് ഉടുക്കേണ്ട സാരി എടുത്ത് തിരിഞ്ഞ് ലച്ചു പുറകിൽ കലിതുള്ളി നിൽക്കുന്ന ലയയെ കണ്ട് ചിരിയടക്കാൻ ശ്രമിച്ചു. എന്താ ചേച്ചി, മനുഷ്യന് പുറം പൊളിഞ്ഞല്ലോ. പുറത്തേക്ക് കൈ കൊണ്ടുപോയി ലച്ചു പറഞ്ഞു. പിന്നെ നീ മൂടിപ്പൊതിച്ചിറങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ താരാട്ട് പാടണോ? അതും പറഞ്ഞ് ലച്ചു തോർത്തഴിച്ച് തലയോർത്തി തുടങ്ങി. ലയ മുഖത്തുരിച്ചു. മോള് കോളേജിൽ പോകാമെന്നോ കേട്ടോ, ചേച്ചി ജോലിക്ക് പോട്ടെ. ഇത് കേട്ടതും ലയ വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ലച്ചു റൂമിൻ്റെ വാതിലടച്ച് സാരി ഉടുക്കാൻ തുടങ്ങി. മുടി കെട്ടി കണ്ണെഴുതി പൗഡറുമിട്ട് പൊട്ടും കുത്തി ഇറങ്ങി. അപ്പോഴേക്കും മേശയ്ക്ക് മുകളിൽ ചോറ്റുപാത്രവും വെള്ളവും അമ്മ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതെടുത്ത് ബാഗിൽ വെച്ചു. ഫോണും കുടയും എടുത്തു വെച്ചു. അടുക്കളയിൽ പോയി ഒരു പ്ലേറ്റിൽ 2 ദോശയും ചട്നിയും എടുത്ത് വന്ന് കഴിച്ചു. അമ്മ ഒരു ഗ്ലാസ് ചായ കൊണ്ടുതന്ന് അതും കുടിച്ച് കൈ കഴുകി വന്നു. അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നടക്കുമ്പോൾ ലയ കുളി കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അവളോടും അമ്മയോടും യാത്ര പറഞ്ഞ് അമ്മയ്ക്കൊരു ഉമ്മയും നൽകി ബാഗും എടുത്ത് ഇറങ്ങി. അച്ഛൻ രാവിലെ തന്നെ ശ്രീധരേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിൽ നിന്ന് 15 മിനിറ്റ് ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ലക്ഷ്മി നിൽക്ക്, ഞാനും ഉണ്ട്. പുറകിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കി. വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള രാധേച്ചിയായിരുന്നു. എങ്ങോട്ടാ ലക്ഷ്മി രാവിലെ തന്നെ? ബാങ്കിൽ ജോലി ശരിയായി രാധേച്ചി, ഇന്നാണ് ജോയിൻ ചെയ്യേണ്ടത്. അത് നന്നായി, എനിക്ക് ടൗണ് വരെ ഒരാളായല്ലോ. ഞാനും തനിയെ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നടക്ക്, 8:30 കൃഷ്ണ ബസ് ഇപ്പോൾ എത്തും. രാധേശി അതും പറഞ്ഞ് നടക്കാൻ തുടങ്ങി. താനും ആ കൂടെ നടന്ന് വർത്താനം പറഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. കൃത്യം 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറി ഒഴിഞ്ഞു കിടന്നൊരു സീറ്റിൽ രാധേശി ഇരുന്നു. എനിക്കിരിക്കാൻ സ്ഥലമില്ല, പിന്നെ ടൗൺ വരെയല്ലേ ഉള്ളൂ. സ്റ്റോപ്പിൽ നിന്ന് ഒരു 25 മിനിറ്റ് ബാങ്കിന് മുന്നിൽ ബസ് നിർത്തും. അടുത്ത സ്റ്റോപ്പിൽ നിർത്തി ആളുകൾ കയറാൻ തുടങ്ങി. വെറുതെ പിന്നിലേക്ക് നോക്കിയപ്പോൾ എവിടെയോ കണ്ട് പരിചയമുള്ള മുഖം ബസ്സിനുള്ളിലേക്ക് കയറുന്നു. പെട്ടെന്ന് ഓർത്തെടുക്കാൻ നോക്കി. എന്തോ ഒരു പരിഭ്രമം തന്നെ വന്ന് പൊതിയുന്നത് പോലെ. ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ വ്യക്തമായി മനസ്സിലായി. അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ട അതേ ചെറുപ്പക്കാരൻ.
വേഗം തിരിഞ്ഞു നിന്നു. എന്താണ് എനിക്ക് അയാളെ കാണുമ്പോൾ തോന്നുന്നത്? ഇതുവരെ തോന്നാത്ത വെപ്രാളവും പരമേശവും തന്നെ വന്ന് പൊതിയുന്നു. പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ബാങ്കിന് മുന്നിൽ ബസ് നിർത്തുന്നത് നോക്കി പുറത്തേക്ക് നോക്കി നിന്നു. ബാങ്ക് വഴി ഇറങ്ങാൻ ആരൊക്കെയുണ്ട്? കണ്ടക്ടർ വിളിച്ചു ചോദിച്ചു. വേഗം രാധേച്ചിയുടെ കൂടെ അവിടെ ഇറങ്ങി. 9 മണിക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. 5 മിനിറ്റ് കൂടിയുണ്ട്. രാധേച്ചിയോട് യാത്ര പറഞ്ഞ് വേഗം ബാങ്കിലേക്ക് നടന്നു. ഒരു മിന്നായം പോലെ ആ ചെറുപ്പക്കാരൻ ബാങ്കിനടുത്തുള്ള പലചരക്ക് കടയിലേക്ക് കയറി പോകുന്നത് കണ്ടു. ഞാൻ എന്തിനാ അയാളെ ശ്രദ്ധിക്കുന്നത്? എന്താ പറ്റിയത് എന്ന് സ്വയം ചോദിച്ച് ലച്ചു ബാങ്കിലേക്ക് കയറി. ബാങ്കിൽ ചെന്ന് മാനേജറെ കണ്ട് അപ്പോയിൻമെന്റ് ലെറ്റർ കാണിച്ചു കൊടുത്തു. റിലേഷൻഷിപ്പ് ഓഫീസറായിട്ടായിരുന്നു അപ്പോയിൻമെന്റ് വന്നിരുന്നത്. സാറ് സീറ്റ് കാണിച്ചു തന്നു. രജിസ്റ്റർ തന്ന് അതിൽ ഒപ്പുവെക്കാൻ പറഞ്ഞു. അതും ചെയ്ത് സാറിനൊരു പുഞ്ചിരിയും നൽകി തൻ്റെ സീറ്റിൽ പോയിരുന്നു. അവിടെ ഇരുന്ന മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ പുഞ്ചിരി സമ്മാനിച്ചു. അവർ തിരിച്ചും നൽകി. ഓഫീസ് ടൈം ആയതുകൊണ്ട് അപ്പോൾ ആരെയും പരിചയപ്പെടാൻ സാധിച്ചില്ല. അതിൽ ഇത്തിരി പ്രായം ചെന്ന പ്യൂൺ ചേട്ടൻ അടുത്തു വന്ന് പറഞ്ഞു, മോളെ ടീ ബ്രേക്കിൽ പരിചയപ്പെടാട്ടോ എന്ന് ആ ചേട്ടന് ഒരു പുഞ്ചിരി തിരികെ സമ്മാനിച്ചു. 1-2 ആളുകളൊക്കെ ഗോൾഡ് പണയം വെക്കാനായി കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു വന്നപ്പോഴേക്കും ടീ ബ്രേക്കായി. അപ്പോഴേക്കും പ്യൂൺ ചേട്ടൻ ഒരു ഗ്ലാസ് ചായയും ഒരു വടയും കൊണ്ടുതന്നു. മോളെ ഇത് കുടിച്ചോ. ആ ചേട്ടാ അവിടെ വെച്ചേക്ക്, ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വരാം. അതും പറഞ്ഞ് വാഷിംഗ് ഏരിയയിലേക്ക് നടന്ന് കൈയും മുഖവും കഴുകി കയ്യിലുണ്ടായിരുന്ന ടവല് കൊണ്ട് തുടച്ചു. സീറ്റിൽ വന്നിരുന്നപ്പോഴും ഓരോരുത്തർ അവരുടെ ചായയും വടയും കയ്യിൽ പിടിച്ച് പരിചയപ്പെടാൻ വന്നു. ഞാൻ അരുൺ, ഞാൻ ഗീത, ഞാൻ ജയേഷ്, ഞാൻ ലളിത. അങ്ങനെ പ്യൂൺ ചേട്ടൻ ഉൾപ്പെടെ പരിചയപ്പെട്ടു. പ്യൂൺ ചേട്ടൻ്റെ പേര് ഗോപാലൻ. എല്ലാവരും ഗോപാലേട്ട എന്ന് വിളിക്കും. ആരും തൻ്റെ പ്രായത്തിലുള്ളവരില്ല. അതുകൊണ്ട് എല്ലാവരെയും ചേട്ടാ ചേച്ചി ചേർത്ത് വിളിക്കണം. എന്താ തൻ്റെ പേര്? ഗീതേച്ചി ചോദിച്ചു. ലക്ഷ്മി, ഞാൻ പേര് പറഞ്ഞു. സ്ഥലം എവിടെയാ? വേറൊരാൾ ചോദിച്ചു. ശ്രീകൃഷ്ണപുരം. ഓ, അടുത്ത് തന്നെയാണ്. പോയി വരാനുള്ള ദൂരേ ഉള്ളൂ. ഞങ്ങളൊക്കെ ക്വാർട്ടേഴ്സിലാണ് താമസം, അരുൺ പറഞ്ഞു. വീണ്ടും കുറച്ചു നേരം സംസാരിച്ച് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു. 5 മണി വരെയാണ് ഓഫീസ് ടൈം. അന്ന് തന്നെ എല്ലാവരുമായി പരിചയത്തിലായി. ടൈം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ റോഡ് അപ്പുറം കടന്ന് ബസ് കയറണം. ബാഗും തോളിലിട്ട് സാരിയും ഒതുക്കി പിടിച്ച് റോഡ് മുറിച്ച് കടന്നു. ബസ് വന്നിട്ടില്ല. 1-2 പേർ താൻ നിൽക്കുന്നിടത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ നിന്നു. തിരിച്ചുള്ള ബസ്സിന്റെ സമയം അറിയാത്തത് കൊണ്ട് അതിലുള്ള ഒരാളോട് ചോദിച്ചു, 5:20 വെച്ചേ. ആൾ മറുപടി പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി നൽകി റോഡിലേക്ക് നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി. അങ്ങോട്ട് നോക്കിയപ്പോൾ പലചരക്ക് കടയിൽ നിന്ന് കണ്ട ആ ചെറുപ്പക്കാരൻ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ കണ്ടു എന്നായപ്പോൾ വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പം ആൾക്കും എന്നെ ആയിട്ടുണ്ടാകുമോ? അതും ചിന്തിച്ച് ആ കടയിലേക്ക് നോക്കി നിന്നു. തോളിൽ ഒരു തട്ട് കെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ രാധേച്ചിയായിരുന്നു. എന്താലോചിച്ച് നിൽക്കുക നീ? ഒന്നുമില്ല ചേച്ചി. ചേച്ചി പോയില്ലായിരുന്നോ? ഞാൻ പോയെന്ന് വിചാരിച്ചു. ഇല്ല ലിച്ചു, ഞാൻ ഈ ടൈമിലുള്ള ബസ്സിലാണ്. ലക്ഷ്മി മോളി. പിന്നെ ആളെ പുറത്തേക്ക് കണ്ടില്ല. അപ്പോഴേക്കും ബസ് വന്നു. അതിൽ കയറി ജനലരികിലുള്ളൊരു സീറ്റ് ഒഴിഞ്ഞതിലിരുന്നു. അപ്പുറം രാധേച്ചിയും ഇരുന്നു. ആളുകൾ കയറി ബസ് എടുത്തപ്പോൾ കണ്ടു തന്നെ നോക്കി തൂങ്ങിൽ ചാരി നിൽക്കുന്നവനെ. ഞാൻ നോക്കിയപ്പോൾ ഒരു പുഞ്ചിരി നൽകി. അത് കണ്ടപ്പോൾ ഞെട്ടിയെന്നോണം വേഗം മുഖം തിരിച്ചു. അപ്പോൾ മനസ്സിലായി ആൾക്കെന്നെ മനസ്സിലായെന്ന്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും അതായിരുന്നു ചിന്ത. രാധേച്ചി ചോദിക്കുന്നതിനൊക്കെ മുക്കിയും മൂളിയും ഉത്തരം പറഞ്ഞു. കുറച്ചെത്തിയപ്പോൾ രാധേച്ചി യാത്ര പറഞ്ഞ് അവരുടെ ഇടവഴിയിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ടുള്ള ഇടവഴിയാണ് തൻ്റെ വീട്ടിലേക്ക്. അപ്പോഴും ചിന്ത എന്തിനാണ് താൻ അയാളെക്കുറിച്ച് ഓർക്കുന്നത് എന്നാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ കസേരയിലുമുണ്ട്. ലയ വന്നില്ലേ അമ്മേ? ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചോദിച്ചു. ആ വന്നു, കുളിക്കുക. നീ പോയി കുളിച്ച് ചായ കുടിക്കുക. മേശയ്ക്ക് മുകളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനും നേരത്തെ വന്നോ? അമ്മയോട് മൂളി അകത്തേക്ക് നടക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചു. ഇത് വൈകിട്ട് ശ്രീധരേട്ടൻ എങ്ങോട്ടും പോകാനില്ല, അപ്പോൾ ഇനി പോന്നു. അച്ഛനോട് മൂളി മുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ചായയും കുടിച്ച് അലക്കാനുള്ളതൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് തോർന്നിട്ട് വന്നപ്പോഴേക്കും വിളക്ക് കൊളുത്താറായി. ലയേ ലയേ എന്താ ചേച്ചി? അകത്തു നിന്ന് പുറത്തേക്ക് വന്ന ലയ ചോദിച്ചു. ആ TV കണ്ടിരിക്കാതെ വിളക്കെടുത്ത് കത്തിക്കാൻ. സന്ധ്യയായി. ആ ചേച്ചി, ലയ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. തോരാനിട്ട് വേഗം അടുക്കളപ്പുറത്തൂടെ അകത്തേക്ക് കയറി. ലയ വിളക്ക് കൊളുത്തിയതിൽ നിന്ന് തിരി കത്തിച്ച് തുളസിത്തറയിൽ തെളിയിച്ചു. തുളസിയിൽ നിന്ന് ഒരു ഇല നുള്ളി മുടിക്കുള്ളിൽ വെച്ചു. എന്നിട്ട് ഉമ്മറത്തേക്ക് കയറി സന്ധ്യാനാമം ജപിക്കാനിരുന്നു. അമ്മയും കൂടെ വന്നിരുന്നു. ചൊല്ലിക്കഴിഞ്ഞ് വിളക്ക് കൈവീശിക്കടുത്തി അകത്തു കൊണ്ടുവച്ചു. ലയ പഠിക്കാനായി അകത്തേക്ക് പോയി.
ഞാനും അമ്മയും ഉമ്മറത്തിരുന്ന് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാനും അകത്തേക്ക് പോയി. നാളത്തെ മെഴുക്ക് പുരട്ടിക്കുള്ള പയറെടുത്ത് വന്ന് ഒടിച്ചു തുടങ്ങി. അമ്മയും കൂടി വന്നതുകൊണ്ട് വേഗം കഴിഞ്ഞു. അത് ഒന്നുകൂടി കഴുകി കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഗ്യാസിൽ വെച്ചു. എന്നിട്ട് കുറച്ച് അരി കഴുകി അടുപ്പത്ത് കഞ്ഞിക്കിട്ടു. അവൾ വീട്ടിലുള്ളപ്പോൾ അധികമൊന്നും ജോലികൾ അമ്മയെ കൊണ്ട് ചെയ്യിക്കില്ല. അമ്മയ്ക്ക് കാൽമുട്ട് വേദന ഇപ്പോൾ കുറച്ചു നാളായി അധികമാണ്. കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും കാല് നീര് വന്ന് വീങ്ങും. അതുകൊണ്ട് കഴിവതും അമ്മയെ കൊണ്ട് ചെയ്യിക്കാറില്ല. ഓരോന്നൊക്കെ ചിന്തിച്ച് നിന്നപ്പോഴേക്കും കുക്കറിൽ ഒരു വിസിലടിച്ചു. അത് കേട്ടപ്പോൾ ഗ്യാസിൻ്റെ തീ കുറിച്ച് അടുക്കള വശത്തേക്ക് ഇറങ്ങി 2 തണ്ട് വേപ്പില ഒടിച്ച് അകത്തേക്ക് കയറി. ഒരു വിസിൽ കൂടി വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. കഞ്ഞിയുടെ വേവ് നോക്കി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചു. ഒരു മുറി തേങ്ങ എടുത്ത് തിരുമ്മി വെച്ചു. ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് മൂക്കാൻ തുടങ്ങുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും തേങ്ങ തിരുമ്മിയതിൽ നിന്ന് ഒരു ലേശവും ഇട്ടു. എല്ലാം കൂടെ മൂത്തപ്പോൾ അതിലേക്ക് വേവിച്ച വൻപയറും ഇട്ട് ഇളക്കി മറിച്ച് ഇറക്കി മൂടി വെച്ചു. ബാക്കിയുള്ള തേങ്ങയും 2 ചുവന്നുള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് അമ്മിയിലൊന്ന് ചതച്ചെടുത്തു. അല്പം വെളിച്ചെണ്ണയും തൂവി പാത്രത്തിലാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കഞ്ഞി വെന്തു. ഒരു ഉപ്പും ചേർത്ത് ഇറക്കി വെച്ചു. അടുക്കളയിലെ എല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് പോയപ്പോൾ അമ്മ TV കാണുന്നുണ്ട്. ലയ സോഫയിൽ കിടക്കുന്നുണ്ട്. അവളുടെ അരികിൽ പോയിരുന്നു. അമ്മേ, ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് കഴിച്ചോ? ലച്ചു കഴിച്ചു. ലയ എടുത്തു തന്നു. അതിനൊന്ന് മൂളി TV-യിലേക്ക് ശ്രദ്ധിച്ചിരുന്നു. സുഭദ്രേ, ദാ വരുന്നു. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. TV ഒന്ന് ഓഫ് ചെയ്തേ. അതും പറഞ്ഞ് അമ്മ ഉമ്മറത്തേക്ക് നടന്നു. അത്താഴം എടുത്ത് വെക്കട്ടെ? അമ്മ അച്ഛനോട് ചോദിക്കുന്നത് കേട്ടാണ് അവർക്ക് അരികിലേക്ക് ചെന്നത്. അച്ഛൻ എവിടെ പോയതാ? വെറുതെ ലച്ചു, കവല വരെ പോയതാ. അതിനൊന്ന് തലയാട്ടി അച്ഛൻ അരികിൽ നിന്നു. ശരത്തിനെ കണ്ടിരുന്നു ഇന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? അമ്മ ചോദിച്ചു. ഒന്നുമില്ല സുഭദ്രേ. അവർ ഇരിക്കുന്ന വീട് പുതുക്കി പണിയുന്ന കാര്യം പറഞ്ഞു. നല്ല പണിക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്ത് പറഞ്ഞു? നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോടെ മനസ്സിൽ ഓരോ മോഹങ്ങൾ കുത്തി നിറച്ചത് നിങ്ങളുടെ ചേച്ചിയാണ്. എന്നിട്ട് അതേ ചേച്ചി തന്നെ വേറെ കൊമ്പത്തെ ബന്ധം കണ്ടപ്പോൾ എൻ്റെ മോളെ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഇപ്പോൾ വീട് പുതുക്കിപ്പണിയാൻ ആളെ നോക്കാൻ പറഞ്ഞിരിക്കുന്നു. അതും പറഞ്ഞ് അമ്മ മുഖം തിരിച്ചു. സുഭദ്രേ, ഞാൻ ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോക്ക് അവൻ ചേരില്ല. അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തനെ അവൾക്ക് ദൈവം നൽകും. അച്ഛൻ അതും പറഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് അകത്തേക്ക് കയറി. എല്ലാം നിശബ്ദമായി കേട്ടു നിന്നു. പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അമ്മയ്ക്ക് ഒരു പുഞ്ചിരി നൽകി. ഞാൻ അത്താഴം എടുത്തു വെക്കാം. അമ്മ അച്ഛനെ വിളിച്ചോണ്ട് വാ. ഇതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അമ്മ സാരിത്തലപ്പിൽ കണ്ണു തുടയ്ക്കുന്നത് വാഷ് ബേസിൻ്റെ അടുത്തുള്ള കണ്ണാടിയിലൂടെ കണ്ടു. നടക്കുമ്പോൾ മനസ്സിൽ തെളിഞ്ഞത് തൂണിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്ന ഒരുവൻ്റെ മുഖം മാത്രം. അപ്പോൾ ലച്ചുവിൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത്താഴമൊക്കെ മേശയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചു. ലയയും സഹായിച്ചു. അപ്പോഴേക്കും അച്ഛനും അമ്മയും കഴിക്കാൻ വന്നിരുന്നു. അവരവർ വേണ്ടത് വിളമ്പി കഴിക്കാൻ തുടങ്ങി. എല്ലാവരോടും ലയം കഴിക്കൽ കഴിഞ്ഞ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. അതെന്ത് ദേവേട്ട പറയാനുള്ളത്? അതല്ലേ പറഞ്ഞത് കഴിക്കൽ കഴിഞ്ഞിട്ട് പറയാമെന്ന്. അച്ഛൻ ചിരിയോടെ അമ്മയ്ക്ക് മറുപടി കൊടുത്തു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വന്നപ്പോഴേക്കും ലയ മേശയും പാതകവും തുടച്ചു വൃത്തിയാക്കി. അമ്മയ്ക്ക് ഗുളിക എടുത്തു കൊടുത്തോടി. ചേച്ചി കൊടുത്തു. ചേച്ചിയുടെ കഴിഞ്ഞ് അച്ഛൻ ഉമ്മറത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നടക്ക്. അടുക്കളയിൽ ലൈറ്റ് അടച്ച് വാതിലും അടച്ച് ഉമ്മറത്തേക്ക് നടന്നു. അച്ഛൻ ചാരുകസയിൽ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ അരികിൽ തിണ്ണയിലിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കാതൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ ഒരു കാര്യം? നമ്മുടെ ലച്ചുമോക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രോക്കർ സുധാകരൻ കൊണ്ടുവന്നതാ. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനറിയാം മോളുടെ വിഷമം. അച്ഛനൊരു ആഗ്രഹമുണ്ട്. ശരത്തിൻ്റെ കല്യാണത്തിന് മുൻപ് നിന്റെ നടന്ന് കാണണമെന്ന്. ഞാനിപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അച്ഛാ. ഇനി ഇപ്പം തന്നെ ഒരു വിവാഹം അത് ശരിയാവില്ല. അതൊന്നും കുഴപ്പമില്ല മോളെ, വന്ന് കണ്ട് പൊയ്ക്കോട്ടെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതി. മോളുടെ ഫോട്ടോ അവർ കണ്ടിട്ടുണ്ട്. ചെറുക്കന് ഫോട്ടോ കൊണ്ട് ഇഷ്ടമായിരിക്കണം, അതാണ് കാണാൻ വരുന്നത്. അച്ഛനോട് പതിയെ മൂളി. ഇപ്പോൾ ശരത്തേട്ടൻ മനസ്സിലില്ലെങ്കിലും ഒരു വിവാഹത്തിന് മനസ്സ് തയ്യാറായിട്ടില്ല. ഇനി അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ വയ്യ. പിറ്റേന്ന് രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ബാങ്കിലേക്ക് പോകാൻ തയ്യാറായി. ഒരുങ്ങി വന്ന് മേശയ്ക്ക് മുകളിൽ അമ്മ വെച്ച് ചോറും വെള്ളവും ബാഗിൽ വെച്ചു. അടുക്കളയിലായിരുന്നു അമ്മയോട് യാത്ര പറഞ്ഞു ഉമ്മറത്തേക്ക് നടന്നു. മോളെ ലച്ചു, അച്ഛൻ പറഞ്ഞ ചെറുക്കനും വീട്ടുകാരും കാണാൻ വരുന്നത് ഈ ഞായറാഴ്ചയാണ്.
ഇറങ്ങാൻ നേരം അച്ഛൻ പറഞ്ഞു, ശരി അച്ഛാ, ഇന്ന് ഞാൻ പോയിട്ട് വരാം. അച്ഛനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി നടന്നു. ഇന്നലെ കയറിയ ബസ്സിൽ ഇന്നും കയറി. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ തിരിഞ്ഞത് തന്നെ ഇന്നലെ നോക്കി നിന്ന് പുഞ്ചിരിച്ച ആ ആളുടെ മുഖമായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എന്തോ പെട്ടെന്ന് വിഷമം തോന്നി. ആളെ കാണാഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം. ബാങ്കിന് മുന്നിൽ ബസ് നിർത്തി ഇറങ്ങിയപ്പോഴേക്കും ആദ്യം നോട്ടം പോയത് ഇന്നലെ നിന്ന് ആ കടയിലേക്കാണ്. അന്ന് ബാങ്കിൽ ചെന്നപ്പോഴും ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ആകെ ഒരു വിഷമം. ആളെ തന്നെ ചിന്തിച്ചിരിക്കുന്നു. ബാങ്കിലെ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴും അങ്ങോട്ട് നോക്കി, അപ്പോഴും അവിടെയില്ല. വീട്ടിൽ ചെന്ന് കയറിയിട്ടും ഒന്നിനും ഒരു ഉഷാർ തോന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. എന്താണ് തനിക്ക് പറ്റിയതെന്നറിയാതെ എപ്പോഴും ആ ഒരാളെ മാത്രം ചിന്തിക്കുന്നു. ബസ്സിനുള്ളിൽ നോക്കുന്നു, കടയിൽ നോക്കുന്നു. അങ്ങനെ എത്രയോ ആളുകളെ ദിവസം കാണുന്നു. അവരെയൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആ മുഖം മാത്രം മനസ്സിൽ നിന്നും മായുന്നില്ല. ഇന്നാണ് അച്ഛൻ പറഞ്ഞ് ചെറുക്കനും വീട്ടുകാരും കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. വൈകുന്നേരമാണ് വരുന്നത്. അതുകൊണ്ട് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വരാൻ അമ്മ പറഞ്ഞു. പെണ്ണ് കാണാൻ വരുന്നതല്ലേ ഉള്ളൂ, നിശ്ചയമൊന്നുമല്ലല്ലോ അമ്പലത്തിലേക്ക് പോകാൻ, ലയ അമ്മയോട് ഇടയിൽ കയറി ചോദിച്ചു. ഡി, തറുതല പറയുന്നു അമ്മയോട്. അവളുടെ കൈയിനിട്ട് ഒരടി കൊടുത്തു പറഞ്ഞു. എന്ത് ചേച്ചി, ഞാൻ കാര്യമല്ലേ ചോദിച്ചത്? അവളൊരു കാര്യം ചോദിച്ചിരിക്കുന്നു, നീ പോകുന്നില്ലേ? വേണ്ട ലച്ചു, അച്ഛൻ്റെ കൂടെ പൊയ്ക്കോളും, അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, അതിനി എൻ്റെ അമ്മക്കുട്ടി ദേഷ്യപ്പെടേണ്ട, ഞാൻ പോയിക്കോളാം ചേച്ചിയുടെ കൂടെ. എന്തായാലും എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ പെണ്ണുകാണലല്ലേ. അമ്മയൊന്ന് അമർത്തി മൂളി.